എനിക്ക് കുഞ്ഞമ്മത്തി കിട്ടിയ കാരണം ഞാൻ വിചാരിച്ച് മത്തി തപ്പ് വെക്കാന്ന്. അങ്ങനെ ഞാൻ വാഴൻ്റെ ഇല പൊട്ടിച്ച് കൊടുത്തിട്ടാ. എന്നിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് പെരുംജീരകമൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കല്ലുപ്പിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 3 കഷ്ണം ചെറിയ ഉള്ളി, പിന്നെ നല്ല നാടൻ കുരുമുളകും അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ വെള്ളവും ഒഴിച്ചിട്ട് നല്ല മിക്സി ഇട്ടിട്ട് അടിക്കുക. അങ്ങനെ കുഞ്ഞമത്തി ഒന്നാകെ വരഞ്ഞതിന് ശേഷം ആ അരപ്പില്ലേ, നമ്മൾ അരച്ച് വെച്ച അരപ്പ് എടുത്തിട്ട് കുഞ്ഞമത്തിക്ക് ഒന്നാകെ പുരട്ടി കൊടുക്കുക. മൊത്തത്തിൽ നല്ല അങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ട് ബാക്കി വന്ന പുളിവെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് നല്ലൊരു ചട്ടിയിൽ വാഴൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കായം കൂട്ടി വെച്ചത് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ല റെഡിയാക്കി വെക്കുക. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് 2-3 വാഴൻ്റെ ഇല കഷ്ണം കൂടി വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് നല്ല അടുപ്പത്ത് വെച്ചിട്ട് കനലിൽ വെച്ചിട്ട് വേവിക്കുക. തിളച്ച് വരുമ്പോൾ കുറച്ച് കനലെടുത്തിട്ട് ആ മൂടിയുടെ മുകളിലും ഇട്ടിട്ട് അടിപൊളി നല്ല സ്മെല്ലിട്ടാ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മൂക്കിക്ക് സ്മെല്ലടിച്ച് കയറും. കുരുമുളകിട്ട് അതിൻ്റെ മണവും കുഞ്ഞമ്മത്തി തപ്പ് വെച്ചതിൻ്റെ മണവും ഒക്കെ പാടി കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് നല്ല അടിപൊളിയായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഗ്രേവി കുറക്കാൻ വേണ്ടിയിട്ട് കണലിൽ വെച്ചിട്ട് എന്നിട്ട് പിന്നെ ചോറ് വയ്ക്കാൻ നേരത്താണ് നോക്കിയത്. അപ്പോൾ നല്ല അങ്ങോട്ട് കുറുന്നനായിട്ട് നല്ല അടിപൊളി കുഞ്ഞമ്മത്തി തപ്പ് വെച്ച് തയ്ക്കണം. അതിലേക്കൊരു പപ്പടവും പിന്നെ കൊണ്ടാട്ടമുളകും ഒക്കെ പാടും കൂട്ടിയിട്ട് ചോറ് ഒരു പിടി പിടിക്കുക.